നമസ്കാരം. പ്രശസ്ത കവി ജി ശങ്കരക്കുറുപ്പിൻ്റെ അതിപ്രസിദ്ധമായ ഒരു കവിതയാണ് ചന്ദനക്കട്ടി. ചരിത്രത്തിൻ്റെ ഏടുകളിലേക്ക് വെളിച്ചം വീശുന്ന ഈ കവിത ഞാൻ കഥാപ്രസംഗ രൂപത്തിൽ അവതരിപ്പിക്കട്ടെ. ചന്ദനക്കട്ടി. വീമ്പല നാട്ടിലെ തമ്പുരാനേ, തമ്പുരാട്ടിക്കൊരു കട്ടിൽ വേണം. വീമ്പല നാട്ടിലെ തമ്പുരാനേ, തമ്പുരാട്ടിക്കൊരു കട്ടിൽ വേണം. കട്ടിൽ കടയുവാന കിഴക്കൻ കാട്ടിലെ ചന്ദനം തന്നെ വേണം. കട്ടിൽ കടയുവാന കിഴക്കൻ കാട്ടിലെ ചന്ദനം തന്നെ വേണം. വേമ്പലനാട് ഇന്നത്തെ കോട്ടയം. പണ്ടുകാലങ്ങളിൽ കട്ടിലിൽ കിടക്കുവാനുള്ള സൗഭാഗ്യം തമ്പുരാട്ടന്മാർക്കും തമ്പുരാട്ടിമാർക്കും മാത്രമേ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. പൊതുജനങ്ങൾ നിലത്ത് പായിട്ട് കിടന്നുകൊള്ളണം. കട്ടിലിൽ കിടക്കുവാൻ വിധിക്കപ്പെട്ട തമ്പുരാട്ടിക്ക് കട്ടിൽ ഞാനിട്ടല്ല, പുതിയ മട്ടിൽ ചന്ദനം കൊണ്ട് തന്നെ ഒന്ന് വേണം. ആനക്കൊമ്പാകണം മേലാപ്പിന്ന്, ആനമുഖം വേണം കാലുകളിൽ. ആനക്കൊമ്പാകണം മേലാപ്പിന്ന്, ആനമുഖം വേണം കാലുകളിൽ. തമ്പുരാട്ടിയുടെ ഈ മോഹം കേട്ടയുടൻ തന്നെ തമ്പുരാൻ കൽപ്പനയായി. ആരെവിടെ? മേനോക്കേച്ചനോട് വരാൻ പറയൂ. മേനോക്കേച്ചൻ എന്നാൽ കാര്യസ്ഥനാണേ. തമ്പുരാന്റെ ആജ്ഞ കേട്ട ഉടൻ തന്നെ മേനോക്കേച്ചനും മേനോന്മാരും തച്ചന്മാരും നായന്മാരും വാക്കത്തിയും കോടാലിയും എടുത്ത് തമ്പുരാനെ ഉച്ചാരിച്ച് കാട്ടിലേക്ക് യാത്ര പുറപ്പെട്ടു. ചന്ദനമരം തേടിയറിയുന്ന അവരുടെ മുന്നിൽ തമ്പുരാട്ടിയുടെ രൂപഭംഗി തെളിയുകയാണ്. തഴമ്പൂ കൊണ്ടു മേനഞ്ഞ പോലെ താവുമൊഴി പൂണ്ട തമ്പുരാട്ടി. തഴമ്പൂ കൊണ്ടു മേനഞ്ഞ പോലെ താവുമൊഴി പൂണ്ട തമ്പുരാട്ടി. താഴകിലിൻ്റെ മാടമ്പുരണ്ടും കണങ്കാലോളം ചുരുണ്ടിരുണ്ടും മുല്ലപ്പൂമാല ഉതിർന്ന പോലെ നല്ല നിറമുള്ള തമ്പുരാട്ടി. വേമ്പല നാട്ടിലെ തമ്പുരാട്ടി. നടന്നു നടന്ന് അവർ വയലും കൊറ്റിക്കാടുകളും കാടും മേടും താണ്ടി ഒരരുവിയുടെ തീരത്തെത്തി. ചന്ദനമരം തേടി അലിയുന്ന അവരുടെ കാതുകളിൽ തമ്പുരാന്റെ കൽപ്പന മുഴങ്ങുകയാണ്. തടിമൂത്ത ചന്ദനം കൊണ്ടല്ലാതെ ഈ പടി കടന്നാരും വരേണ്ട, പിന്നെ തലയും ചൊറിഞ്ഞു തിരിച്ചു വന്നാൽ തലയും ഉടലും വിറുപെടുത്തും. നടന്നു നടന്ന് വിശപ്പും ദാഹവും സഹിക്കാതെ വയ്യപ്പോൾ അവർ കയ്യിൽ കരുതിയ പൊതിച്ചോറുണ്ടുവാനായി ഒരരുവിയുടെ തീരത്തെത്തി. കഴിക്കുന്നതിനിടെ ഒരാൾ പറഞ്ഞു, അതാ അങ്ങോട്ട് നോക്കൂ, എന്താണത്? അരുവിതൻ വക്കിൽ കുറച്ചകലത്ത് ഒരു മരം ചന്ദനം തന്നെയല്ലേ. പഴമരം കണ്ടു തഴക്കമാർന്ന് തലവനശാലികൾ ചെന്നു നീളേ. ഇല്ല, ചന്ദനം തന്നെ. ഇത് കേട്ട ഉടൻ തന്നെ എല്ലാവരും അരുവിയിൽ കൈകഴുകി ആ മരത്തിനു നീളെ നടന്നു. ഒരാൾ ഒരു ചില്ല കൊത്തിമാറ്റി മണത്തു നോക്കി. ആഹാ, ഇത് ചന്ദനം തന്നെ. ചന്ദനത്തിൻ്റെ നനുത്ത ഗന്ധം. അവർ സന്തോഷത്തോടെ ചുറ്റും നോക്കി കോടാലിയും വാക്കത്തിയും എടുത്ത് ആ മരം ആഞ്ഞു വെട്ടാനായിരുന്നപ്പോൾ അതാ ഒരു കരച്ചിൽ, ഒരു ശബ്ദം. വെട്ടല്ലേ കൊത്തല്ലേ നായന്മാരെ, വെട്ടല്ലേ കൊത്തല്ലേ തച്ചന്മാരെ, വിട്ടല്ലേ കൊത്തല്ലേ നായന്മാരെ, വിട്ടല്ലേ കൊത്തല്ലേ തച്ചന്മാരെ. ആരുടേതാണ് ഈ ശബ്ദം? എവിടുന്നാണ് ഈ ശബ്ദം? ഇനി വല്ല വനദേവതയോ മറ്റോ ആണോ? ഇനി വല്ല യക്ഷിയോ മറ്റോ ആണോ? എല്ലാവരും പേടിച്ചു പിടിച്ച് മുഖത്തോട് മുഖം നോക്കി. നമുക്ക് പോകാം, കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോകാം. ചന്ദനമരമില്ലാതെ എങ്ങനെ തിരിച്ചു പോകാൻ തമ്പുരാൻ കൽപ്പിച്ചിരിക്കുകയല്ലേ. കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, ഞാൻ കയറാം.
ധൈര്യശാലിയായ അയാൾ മരത്തിലേക്ക് കയറാൻ ഓങ്ങുകയാണ്. കേട്ടത് ഒരു കുട്ടിയുടെ ശബ്ദമാണെന്ന് തോന്നുന്നു. ഇനി വല്ല യക്ഷിയോ മറ്റോ ആണെങ്കിൽ കയ്യിൽ ഈ കത്തി കയറിക്കോളൂ. അവനുടെ ചുറ്റും നിന്ന ആൾക്കാർ അവന് ധൈര്യം നൽകി. പേടിച്ചു വിറച്ച് കിതപ്പോടെ അവൻ ആ മരത്തിന് മുകളിലെത്തി. തൊട്ടിലേക്ക് നോക്കിയപ്പോൾ അവനെ തന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. താൻ എന്താണ് ഈ കാണുന്നത്? കട്ടാവു കൊണ്ടു പുതച്ചവിടെ കുട്ടിയിരിക്കുന്നു തന്നെ നോക്കി. കട്ടാവു കൊണ്ടു പുതച്ചവിടെ കുട്ടിയിരിക്കുന്നു തന്നെ നോക്കി. അമ്പിളി വെട്ട് മുതിച്ച പോലെ, ചന്ദനത്തിന്റെ നനുത്ത മുട്ടുപോലെ അതാ പൊത്തൽ കിടക്കുന്നു ഒരു വെളുത്ത നനുത്ത പെൺകുട്ടി. ഈ കുട്ടി എങ്ങനെ ഈ പൊത്തിലെത്തി? ആരോമൽ പൈതലെ തക്കം നോക്കി ആനറാഞ്ചി പക്ഷി കൊണ്ടുവന്നു. ആ മരപ്പൊത്തിലിരുത്തി പോലും ഓമനിച്ചങ്ങനെ പോറ്റി പോലും. ഒരു ആനറാഞ്ചി പക്ഷി റാഞ്ചി കൊണ്ടുവന്നതാണ് ആ കുട്ടിയെ. കുട്ടിയോട് ഈ പക്ഷിക്ക് ഒരരുമയായ മാതൃസ്നേഹം തോന്നുകയാണ്. കുട്ടിക്ക് തിരിച്ച് അമ്മയോടുള്ള സ്നേഹം പക്ഷിയോടും തോന്നുകയാണ്. കട്യാവ് കൊണ്ട് മെല്ലെ പുതച്ച് അവർ ആ കുട്ടിയെ താഴത്തേക്ക് കൊണ്ടുവന്നു. നമ്മൾ എന്ത് ചെയ്യും ഈ കുട്ടിയെ കൊണ്ട്? എല്ലാവരും നിശബ്ദമായി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്നു. തമ്പുരാന്റെ കൽപ്പന ഓർമ്മ വന്ന മീറോക്കച്ചൻ പറഞ്ഞു, ഇനി മരം മുറിക്കാൻ. എല്ലാവരും ചേർന്ന് ചന്ദന മരത്തിന് നേരെ ആഞ്ഞു വെട്ടി. ചില്ലകൾ ഓരോന്നോരോന്നായി അവർ തോളിലേറ്റി ആഹ്ലാദത്തോടെ കൊട്ടാരത്തിലേക്ക് നടന്നു നീങ്ങി. ആ ആഹ്ലാദത്തിലും അവരുടെ ഉള്ളിൽ ഒരു ചിന്ത മാത്രം, ഈ കുട്ടിയെ, ഈ പിഞ്ചു കുട്ടിയെ നമ്മൾ എന്തു ചെയ്യും? രാത്രിയാവാറായി. ഭക്ഷണം തിരഞ്ഞു പോയ ആ ആനറാഞ്ചി പക്ഷി തിരിച്ചെത്തുകയാണ്. ചന്ദനമരം നിന്ന സ്ഥലത്ത് മരമില്ല, കൂടില്ല, കുഞ്ഞില്ല. ആ പക്ഷി കരഞ്ഞു തളർന്ന് ഒരു മരക്കൊമ്പിലിരുന്നു. എന്നാൽ അമ്മയോടും കുഞ്ഞിനോടുമുള്ള ആ സ്നേഹം കൊണ്ട് കുഞ്ഞിനെ കൊണ്ടുപോയ മാർഗം അന്വേഷിച്ച് ആ പക്ഷി മണത്തറിഞ്ഞു പോവുകയാണ്. അമ്മതൻ സ്നേഹം മണത്തറിഞ്ഞു കുഞ്ഞിനെ കൊണ്ടു പോയ മാർഗം അരമന തന്റെ അടഞ്ഞവതിൽ അരികത്തടഞ്ഞതു ചത്തു വീണു. കൊട്ടാരത്തിന്റെ അടഞ്ഞ വാതിലിൽ തട്ടി ആ പക്ഷി ചത്തു വീഴുകയാണ്. പാതി വിടർന്ന കൊക്കുമായിരിക്കുന്ന ചത്തു വീണ ആ പക്ഷിയെ കണ്ട് കൊട്ടാരം കാവൽക്കാർ പോലും തൊണ്ടയിടറി. ചന്ദനച്ചീലുകൊണ്ട് വിറകുകൾ ഉണ്ടാക്കി ചുവന്ന പുതപ്പിൽ പട്ടുടുപ്പിച്ച് ആ പക്ഷിയുടെ ജഡം അവർ അവിടെ തന്നെ കുഴിച്ചു മൂടി. ഇതുകൊണ്ട് നമ്മളെ പിഞ്ചോമൽ തേങ്ങി കരയുകയാണ്, വീണ്ടും തേങ്ങി കരയുകയാണ്. ദിവസങ്ങൾ വർഷങ്ങളും കഴിഞ്ഞു പോയി. കുഞ്ഞു പൈതൽ വളർന്ന് നല്ലൊരു സുന്ദരിയായി. കൊട്ടാരത്തിലെ യുവരാജാവിന്റെ റാണിയായി. റാണിക്ക് ചന്ദനം കൊണ്ട് തന്നെ ഒരു പുതിയ കട്ടിൽ തമ്പുരാൻ നിർമ്മിച്ചു കൊടുക്കുകയാണ്. ആ കട്ടിലിലേക്ക് തമ്പുരാട്ടിയെ സ്നേഹപൂർവ്വം വിളിച്ചിരുത്തിയപ്പോൾ തമ്പുരാട്ടി സങ്കടപ്പെടുകയാണ്. തമ്പുരാട്ടിയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ വീഴുകയാണ്. അവൾ കരയുകയാണോ? അവളുടെ കണ്ണിൽ നിന്നു രണ്ടു കവിളിലും കൂടി ഒലിച്ചു കണ്ണീർ. അവളുടെ കണ്ണിൽ നിന്നു രണ്ടു കവിളിലും കൂടി ഒലിച്ചു കണ്ണീർ. ചിറകാർന്നോരമ്മയെ പറ്റിയിട്ടോ ചിറകാർന്ന ഭാഗ്യങ്ങൾ തന്നതോർത്തോ. ചിറകാർന്നോരമ്മയെ പറ്റിയിട്ടോ ചിറകു വിരിക്കുന്ന ഭാഗ്യമോർത്തോ. ഈ ചോദ്യം സദസ്സിനു നേരെ നീട്ടിക്കൊണ്ട് മാതൃസ്നേഹത്തിന്റെ അതിലാളനമായ സ്നേഹത്തെ ഓർത്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.